അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ അലച്ചിലുകൾക്കിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഒരു വലിയ ശൂന്യത അനുഭവിച്ചിട്ടുണ്ടോ? എത്രയൊക്കെ സമ്പാദിച്ചാലും എത്ര വലിയ വീട് വെച്ചാലും തീരാത്ത ഒരു അസ്വസ്ഥത നമ്മെ പിടികൂടാറില്ലേ? ഇതിനെല്ലാം കാരണം നമ്മുടെ ആത്മാവിന് അതിന്റെ യഥാർത്ഥ ഉടമയെ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹു ഒരു പവിത്രമായ ഹദീസുൽ ഖുദ്സിയിലൂടെ അരുളി ചെയ്യുന്നുണ്ട്, ഞാൻ മറഞ്ഞിരിക്കുന്ന ഒരു നിധിയായിരുന്നു, അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. അതെ, അവനെ അറിയുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം. അവനെ എങ്ങനെ അറിയണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ അഅറാഫിലെ 180 സൂക്തത്തിലൂടെ അല്ലാഹു പറയുന്നു, അല്ലാഹുവിന് ഏറ്റവും മനോഹരമായ നാമങ്ങളുണ്ട്, അതിനാൽ ആ നാമങ്ങളിൽ അവനെ വിളിക്കുക. നമ്മുടെ നാഥനെ യഥാർത്ഥമായി അറിയുക എന്നത് അവന്റെ ഈ പവിത്രമായ നാമങ്ങൾ പഠിക്കുന്നതിലൂടെയും ജീവിതത്തിൽ പകർത്തുന്നതിലൂടെയും മാത്രമാണ് സാധ്യമാകുന്നത്. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുന്നത് എത്ര മനോഹരമാണ്! അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, അവ പഠിക്കുന്നവൻ അഥവാ ഹൃദിസ്ഥമാക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഓരോ നാമവും നമ്മെ അവനിലേക്ക് കുറച്ചുകൂടി അടുപ്പിക്കുന്ന ഓരോ രഹസ്യങ്ങളാണ്, ഹൃദയത്തിലെ ഇരുട്ടിനെ അകറ്റുന്ന വെളിച്ചങ്ങളാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിന്റെയും അടിസ്ഥാനം അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും ആദ്യത്തെ നാമമായ അല്ലാഹു എന്ന പവിത്ര നാമത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തനിക്ക് തുല്യനായി മറ്റാരുമില്ലാത്ത എല്ലാ പോരായ്മകളിൽ നിന്നും മുക്തനായ ഏകനും പരമോന്നതനുമായവന്റെ സവിശേഷ നാമമാണിത്. പ്രപഞ്ചത്തിലെ മറ്റു നാമങ്ങളെല്ലാം അവന്റെ ഓരോ പ്രത്യേക ഗുണത്തെയോ വെളിപ്പെടലിനെയോ വിവരിക്കുമ്പോൾ അല്ലാഹു എന്ന നാമം ഈ എല്ലാ ഉത്കൃഷ്ട ഗുണങ്ങളുടെയും ആകത്തുകയാണ്. സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിക്കും ഈ പേര് നൽകാൻ കഴിയില്ല. ചരിത്രത്തിന്റെ ഒരു കാലഘട്ടത്തിലും ഈ വാക്ക് ഒരു മനുഷ്യനോ മറ്റു ഒന്നിനോ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ ഇത് എല്ലാ നാമങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തരമാണ്. സൂറത്ത് ത്വാഹയിലൂടെ അല്ലാഹു വ്യക്തമാക്കുന്നു, അല്ലാഹു അവനല്ലാതെ യാതൊരു ദൈവവുമില്ല, അവന് ഏറ്റവും മനോഹരമായ നാമങ്ങളുണ്ട്. ഇസ്ലാമിക പണ്ഡിതന്മാരും തസവുഫിന്റെ വക്താക്കളും പറയുന്നത്, ആരെങ്കിലും ഈ നാമം പൂർണ്ണമായ ബോധ്യത്തോടെ ദിവസവും 1000 തവണ വീതം 40 ദിവസത്തേക്കുരുവിട്ടാൽ അവരുടെ ഹൃദയത്തിന്റെ കണ്ണു തുറക്കുമെന്നാണ്. അവന്റെ കാരുണ്യത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന നാമമാണ് അർ റഹ്മാൻ. റഹ്മാൻ എന്നാൽ വലിയ കാരുണ്യം കാണിക്കുന്നവൻ എന്നാണർത്ഥം. എന്നാൽ ഈ കാരുണ്യം ചില മനുഷ്യരിലേക്ക് മാത്രം പരിമിതമല്ല. അല്ലാഹു ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളോടും, അതായത് വിശ്വാസികളോടും അവിശ്വാസികളോടും മൃഗങ്ങളോടും സസ്യങ്ങളോടും ഒരുപോലെ കാരുണ്യം കാണിക്കുന്നു. നമ്മൾ കാണുന്ന സൂര്യൻ എല്ലാവർക്കുമായി ഉദിക്കുന്നതും മഴ എല്ലാവർക്കുമായി പെയ്യുന്നതും ഈ മഹാകാരുണ്യത്തിന്റെ അടയാളമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ തന്നെ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിലെന്നു വരുമ്പോൾ അത് ഈ പ്രപഞ്ചത്തിന്മേലുള്ള അല്ലാഹുവിന്റെ കരുണയുടെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത്. ഇതിനോട് ചേർന്നു നിൽക്കുന്നതാണ് അർ റഹീം എന്ന നാമം. റഹ്മാനും റഹീമും തമ്മിൽ സൂക്ഷ്മമായ ഒരു വ്യത്യാസമുണ്ട്. റഹ്മാൻ ഈ ലോകത്തിലെ പൊതുവായ കാരുണ്യത്തെ കാണിക്കുമ്പോൾ റഹീം എന്നത് പരലോകത്ത് വിശ്വാസികൾക്ക് മാത്രം സവിശേഷമായി ചൊരിയുന്ന പ്രത്യേക കാരുണ്യമാണ്. പ്രവാചകൻ പറഞ്ഞതുപോലെ, അല്ലാഹു കാരുണ്യത്തെ 100 ഭാഗങ്ങളായി വിഭജിച്ചതിൽ ഒരു ഭാഗം മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. ആ ഒരു ഭാഗം കൊണ്ടാണ് അമ്മയ്ക്ക് കുഞ്ഞിനോടും മൃഗങ്ങൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളോടും കാരുണ്യം തോന്നുന്നത്. ബാക്കി 99 ഭാഗങ്ങളും അവൻ പരലോകത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. അതുകൊണ്ടുതന്നെ തങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച എന്റെ ദാസന്മാരെ, അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത് എന്ന ഖുർആൻ വചനം നമുക്ക് വലിയ പ്രത്യാശയാണ് നൽകുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട നാമമാണ് അൽ മാലിക്. സർവ്വ ആധിപത്യത്തിന്റെയും ഉടമ, പ്രപഞ്ചത്തിന്റെ ശാശ്വത രാജാവ് എന്നാണ് ഇതിനർത്ഥം. ഭൂമിയിലെ രാജാക്കന്മാരുടെ അധികാരം താൽക്കാലികവും പരിമിതവുമാണ്, എന്നാൽ അല്ലാഹുവിന്റെ ഭരണം ശാശ്വതമാണ്. സൂറത്തുൽ ഹശ്ർ വ്യക്തമാക്കുന്നതുപോലെ അവൻ മാത്രമാണ് യഥാർത്ഥ രാജാവ്. ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒരു വിശ്വാസിക്ക് ഈ ലോകത്തിലെ താൽക്കാലിക സമ്പത്തിനോട് അത്യാഗ്രഹം തോന്നുകയില്ല. അവൻ എല്ലാ കുറവുകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും മുക്തനായ അൽ ഖുദ്ദൂസ് ആണ്. മനുഷ്യന്റെ അറിവും ശക്തിയും പരിമിതമാണ്, അവന് തെറ്റുകൾ പറ്റാം. എന്നാൽ അല്ലാഹു സമ്പൂർണ്ണ പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് നമസ്കാരത്തിലെ റുക്കൂഇലും സുജൂദിലും പ്രവാചകൻ സുബ്ബുഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായിക്കതി വറൂഹ് എന്ന് പ്രാർത്ഥിച്ചിരുന്നത്. നമ്മുടെ ഹൃദയങ്ങൾക്ക് ശാന്തി നൽകുന്ന നാമമാണ് അസ്സലാം. സമാധാനവും സുരക്ഷിതത്വവും ശാന്തിയും നൽകുന്നവൻ എന്നാണ് ഇതിനർത്ഥം. നമ്മൾ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് അഭിവാദ്യം ചെയ്യുന്നത് അല്ലാഹുവിന്റെ ഈ സമാധാന സന്ദേശം കൈമാറാനാണ്. ഈ സമാധാനം ഹൃദയത്തിൽ ഉറപ്പിക്കുന്നത് അൽ മുഅ്മിൻ എന്ന നാമത്തിലൂടെയാണ്. ഭയത്തിൽ നിന്ന് അഭയം നൽകുന്നവൻ എന്നാണ് ഇതിന്റെ ഒരു പ്രധാന അർത്ഥം. ജീവിതത്തിൽ ഭാവിയെക്കുറിച്ചോ ഉപജീവനത്തെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ ഭയമുണ്ടാകുമ്പോൾ അല്ലാഹുവിനെ സ്മരിക്കുന്നതിലൂടെ മാത്രമാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. അവൻ എല്ലാറ്റിനെയും നിരന്തരം നിരീക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അൽ മുഹൈമിൻ ആണ്.
നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ പോലും അല്ലാഹു നമ്മെ കാവൽ നിൽക്കുന്നുണ്ടെന്ന ബോധ്യം ഈ നാമം നൽകുന്നു. ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയാത്ത, എപ്പോഴും വിജയിയായിരിക്കുന്ന പ്രതാപശാലിയാണ് അൽ അസീസ്. അല്ലാഹുവിന്റെ ഇച്ഛയെ എതിർക്കാൻ ഒരു സൃഷ്ടിക്കും കഴിയില്ല. എന്നാൽ ഈ ശക്തി അക്രമം കാണിക്കാനല്ല, മറിച്ച് അത് പരിപൂർണ യുക്തിയോടുകൂടിയുള്ളതാണ്. അവൻ തകർന്ന ഹൃദയങ്ങളെ നന്നാക്കുന്നവനും കുറവുകൾ നികത്തുന്നവനുമായ അൽ ജബ്ബാറാണ്. ജീവിതത്തിൽ വലിയ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അൽ ജബ്ബാറായ നാമത്തിലേക്ക് തിരിഞ്ഞാൽ അവൻ നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കും. അവൻ മഹത്വത്തിൽ തനിക്ക് തുല്യനായി മറ്റാരുമില്ലാത്ത അൽ മുതകബ്ബിർ ആണ്. മനുഷ്യരിൽ അഹങ്കാരം ഒരു മോശം സ്വഭാവമാണെങ്കിൽ യഥാർത്ഥ മഹത്വം അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കുമ്പോൾ 3 നാമങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേത് ശൂന്യതയിൽ നിന്ന് യാതൊരു നിലവിലുള്ള വസ്തുക്കളുമില്ലാതെ സ്രവിക്കുന്ന അൽ ഖാലിഖാണ്. മനുഷ്യർ എന്തെങ്കിലും നിർമ്മിക്കുമ്പോൾ നിലവിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നു, എന്നാൽ അല്ലാഹു ഇല്ലാത്തതിൽ നിന്ന് സൃഷ്ടിക്കുന്നു. രണ്ടാമത്തേത് സൃഷ്ടികളെ യാതൊരു മുൻമാതൃകയുമില്ലാതെ കൃത്യമായി ക്രമീകരിക്കുന്ന അൽ ബാരിയാണ്. പ്രകൃതിയിലെ സന്തുലിതാവസ്ഥയും ഗ്രഹങ്ങളുടെ ചലനവുമെല്ലാം ഈ ക്രമീകരണത്തിന്റെ തെളിവാണ്. മൂന്നാമത്തേത് താൻ സൃഷ്ടിക്കുന്ന ജീവികൾക്ക് വ്യത്യസ്ത രൂപങ്ങളും നിറങ്ങളും വിരലടയാളങ്ങളും നൽകി മനോഹരമാക്കുന്ന അൽ മുസ്സവ്വിറാണ്. ഗർഭപാത്രങ്ങളിൽ നമ്മെ വ്യത്യസ്ത രൂപത്തിൽ രൂപപ്പെടുത്തിയത് അവിടുത്തെ ഈ കലാവൈഭവം കൊണ്ടാണ്. നമ്മുടെ തെറ്റുകളെ ഓർത്ത് നമ്മൾ വിഷമിക്കുമ്പോൾ പ്രത്യാശ നൽകുന്ന നാമമാണ് അൽ ഗഫാർ. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാപങ്ങൾ പൊറുക്കുന്നവൻ എന്നാണ് ഇതിനർത്ഥം. ഒരു മനുഷ്യൻ എത്ര തവണ പരാജയപ്പെട്ടാലും അല്ലാഹുവിന്റെ പാപമോചനത്തിന്റെ വാതിൽ തുറന്നുതന്നെ കിടക്കും. ഒരു ഹദീസുൽ ഖുദ്സിയിൽ പറയുന്നതുപോലെ, നമ്മുടെ പാപങ്ങൾ ആകാശത്തിലെ മേഘങ്ങളോളം എത്തിയാലും ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ അവൻ പുറത്തുതരും. അതേസമയം അവൻ തിന്മകൾക്കെതിരെയും അക്രമികൾക്കെതിരെയും സമ്പൂർണ്ണ നിയന്ത്രണമുള്ള അൽ വഹ്ഹാറാണ്. ഫറവോന്മാരും നമ്രൂദുമാരും തകർന്നുപോയത് ഈ ശക്തിക്കു മുന്നിലാണ്. പകരമായി യാതൊന്നും പ്രതീക്ഷിക്കാതെ ധാരാളമായി സമ്മാനങ്ങൾ ചൊരിയുന്നവനാണ് അൽ വഹ്ഹാബ്. ജീവിതം, ആരോഗ്യം, ബുദ്ധി എല്ലാം അവന്റെ ദാനങ്ങളാണ്. ചോദിക്കുന്നവർക്കും ചോദിക്കാത്തവർക്കും അവൻ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അവൻ എല്ലാ സൃഷ്ടികൾക്കും ആവശ്യമായ ഉപജീവനം നൽകുന്ന റസാഖാണ്. ഉപജീവനമെന്നാൽ ഭക്ഷണം മാത്രമല്ല, നല്ല അറിവ്, സമാധാനം, ആരോഗ്യം എല്ലാം ഉപജീവനമാണ്. ഭൂമിയിലുള്ള ഏതൊരു ജീവിയുടെയും ഉപജീവനം അല്ലാഹുവിന്റെ ബാധ്യതയിലാണ്. അതുകൊണ്ട് ഉപജീവനം വൈകുമ്പോൾ നമ്മൾ തെറ്റായ വഴികളിലേക്ക് തിരിയേണ്ടതില്ല. നമ്മുടെ മുന്നിലെ അടഞ്ഞ വാതിലുകൾ തുറന്നുതരുന്നവനാണ് അൽ ഫതാഹ്. അവൻ തുറക്കുന്ന കാരുണ്യത്തിന്റെ വാതിലുകളെ തടയാൻ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. അവൻ ഭൂതവും വർത്തമാനവും ഭാവിയും ഒരുപോലെ അറിയുന്ന അൽ അലീം ആണ്. അവന്റെ അറിവിന് അതിരുകളില്ല. അവൻ തന്റെ ഇച്ഛയനുസരിച്ച് ചിലപ്പോൾ ഉപജീവനവും അവസരങ്ങളും ചുരുക്കുന്ന അൽ ഖാബിദും മറ്റു ചിലപ്പോൾ അവ സമൃദ്ധമായി വിശാലമാക്കുന്ന അൽ ബാസിത്തും ആകുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളും എളുപ്പപ്പങ്ങളും അവന്റെ ഈ 2 നാമങ്ങളുടെ വെളിപ്പെടലുകളാണ്. അഹങ്കാരികളെയും അക്രമികളെയും തക്കതായ സമയത്ത് താഴ്ത്തുന്നവനാണ് അൽ ഖാഫിദ്. എന്നാൽ വിനയമുള്ളവരെയും വിശ്വാസികളെയും അറിവുള്ളവരെയും പദവികളിലേക്കുയർത്തുന്നവനാണ് റാഫിഅ്. പ്രവാചകന്മാരുടെ പദവികൾ നിശ്ചയിച്ചതും അവരെ ലോകമാകെ ഉയർത്തിയതും ഈ നാമത്തിലൂടെയാണ്. അതുപോലെ തന്നെ യഥാർത്ഥ അന്തസ്സും ആദരവും നൽകുന്ന അൽ മുഇസ് അവനാണ്. അല്ലാഹുവുമായുള്ള അടുപ്പത്തിലൂടെ മാത്രമേ യഥാർത്ഥ പ്രതാപം ലഭിക്കൂ. നേരെമറിച്ച് അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് തെറ്റായ വഴിയിൽ പ്രതാപം അന്വേഷിക്കുന്നവരെ അപമാനിക്കുന്നവനാണ് അൽ മുദില്ല്. നമ്മുടെ രഹസ്യമായ പ്രാർത്ഥനകളും ഹൃദയത്തിലെ വിങ്ങലുകളും പോലും കേൾക്കുന്നവനാണ് അസ്സമീഅ്. നമ്മൾ കൈകൾ ഉയർത്തുമ്പോൾ അത് വെറുങ്കയോടെ മടക്കാൻ അവൻ ലജ്ജിക്കുന്നു. അവൻ ഇരുട്ടറയിലെ കറുത്ത ഉറുമ്പിന്റെ ചലനം പോലും കാണുന്ന അൽ ബസ്വീറാണ്. ആരും കാണുന്നില്ലെന്ന് കരുതി നമ്മൾ ചെയ്യുന്ന തെറ്റുകളും അവൻ കാണുന്നുണ്ടെന്ന ബോധ്യം നമുക്കുണ്ടാകണം. അവൻ പരലോകത്തെ സമ്പൂർണ്ണ വിധികർത്താവായ അൽ ഹക്കമാണ്. ഈ ലോകത്ത് മനുഷ്യർക്ക് പല തീരുമാനങ്ങളും എടുക്കാം, എന്നാൽ അന്തിമവിധി അവന്റേതാണ്. അവൻ ആരോടും ഒരണുത്തൂക്കം പോലും അനീതി കാണിക്കാത്ത പരിപൂർണ നീതിമാനായ അൽ അദിലാകുന്നു. നമുക്കൊട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അനുഗ്രഹങ്ങൾ നൽകുന്ന സൂക്ഷ്മജ്ഞാനിയാണ് അൽ ലത്വീഫ്. ഒരു വാതിൽ അടയുമ്പോൾ അവൻ നമുക്കായി മറ്റൊരു നല്ല വാതിൽ തുറന്നുതരുന്നു. അവൻ നമ്മുടെ ബാഹ്യമായ പ്രവൃത്തികൾ മാത്രമല്ല, ഹൃദയത്തിലെ ഉദ്ദേശ്യങ്ങൾ കൂടി അറിയുന്ന അൽ ഖബീറാണ്. നമ്മുടെ തെറ്റുകൾ കണ്ടിട്ടും ഉടനടി ശിക്ഷിക്കാതെ പശ്ചാത്തപിക്കാൻ സമയം നൽകുന്ന ക്ഷമാശീലനാണ് അൽ ഹലീം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ പോലും അവന്റെ ശക്തിക്കു മുന്നിൽ ചെറുതായി മാറുന്ന അത്യധികം മഹാനായവനാണ് അൽ അലീം. നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അത് പുറത്തുതരുന്ന കരുണാനിധിയാണ് അൽ ഗഫൂർ. പകൽ തെറ്റു ചെയ്തവർക്ക് രാത്രിയിലും രാത്രി തെറ്റു ചെയ്തവർക്ക് പകലും അവൻ പശ്ചാത്താപത്തിന്റെ വാതിൽ തുറന്നിടുന്നു. നമ്മൾ ചെയ്യുന്ന ചെറിയ നല്ല പ്രവൃത്തികൾക്ക് പോലും വലിയ പ്രതിഫലം ഇരട്ടിയായി നൽകുന്ന നന്ദിയുള്ളവനാണ് ഷക്കൂർ. അവൻ തന്റെ സത്തയിലും അധികാരത്തിലും പരമോന്നതനായ അൽ അലിയും
മനുഷ്യന്റെ മനസ്സിന് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാത്ത വിധം വലിയവനായ അൽ ഖബീറുമാകുന്നു. നമസ്കാരത്തിൽ നമ്മൾ പറയുന്ന അല്ലാഹു അക്ബർ ഈ മഹത്വത്തിന്റെ പ്രഖ്യാപനമാണ്. ആകാശഭൂമികളെയും ഈ പ്രപഞ്ചത്തെയും ഒരു കോട്ടവും തട്ടാതെ കാത്തുസൂക്ഷിക്കുന്ന സംരക്ഷകനാണ് അൽ ഹഫീള്. അവൻ എല്ലാ സൃഷ്ടികൾക്കും ആവശ്യമായ വായുവും വെള്ളവും ഭക്ഷണവും നൽകി അവയെ നിലനിർത്തുന്ന അൽ മുഖീത്താണ്. പരലോകത്ത് നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തിയുടെയും കൃത്യമായ കണക്കെടുക്കുന്ന അൽ ഹസീബ് അവനാണ്. അവൻ ഉന്നതമായ ഗാംഭീര്യവും ആദരവുമുള്ള അൽ ജലീലാണ്. തന്നോട് ചോദിക്കുന്നവർക്ക് വെറുങ്കയോടെ മടക്കാത്ത ഏറ്റവും ഉദാരനായ നാമമാണ് അൽ കരീം. നമ്മുടെ മേൽനോട്ടം വഹിക്കുന്ന, നമ്മെ നിരന്തരം നിരീക്ഷിക്കുന്ന കാവൽക്കാരനാണ് അർ റഖീബ്. നമ്മൾ എവിടെയായിരുന്നാലും അവൻ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് അൽ മുജീബ്. ചിലപ്പോൾ നമ്മൾ ചോദിച്ച രൂപത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ, അതുമല്ലെങ്കിൽ പരലോകത്തേക്കൊരു സമ്പാദ്യമായി അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. അവന്റെ അറിവും കാരുണ്യവും അതിരുകളില്ലാത്ത വിധം വിശാലമായ അൽ വാസിആണ്. പ്രപഞ്ചത്തിലെ എല്ലാ സംഭവങ്ങളെയും പരിപൂർണ യുക്തിയോടെ മാത്രം കൈകാര്യം ചെയ്യുന്ന യുക്തിമാനാണ് അൽ ഹക്കീം. തന്റെ വിശ്വസ്തരായ ദാസന്മാരെ സവിശേഷമായി സ്നേഹിക്കപ്പെടാൻ ഏറ്റവും യോഗ്യനായ അൽ വദൂദ് അവനാണ്. അവൻ ഏറ്റവും ആദരണീയനും മഹത്വമുള്ളവനുമായ അൽ മജീദാണ്. മരണപ്പെട്ട ശേഷം വിധിദിനത്തിൽ മനുഷ്യരെ ഖബറുകളിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അൽ ബായിദ് അവനാണ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന അശുഷഹീദും ഈ ലോകത്തിലെ താൽക്കാലിക കാര്യങ്ങൾക്കിടയിൽ ഒരിക്കലും മാറാത്ത ഒരേയൊരു പരമമായ സത്യമായ അൽ ഹഖ് അവനുമാണ്. നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും തികഞ്ഞ രീതിയിൽ ഭരമേൽപ്പിക്കാൻ കൊള്ളുന്ന സംരക്ഷകനാണ് അൽ വക്കീൽ. നമ്മൾ ആത്മാർത്ഥമായി അധ്വാനിച്ച ശേഷം ഹസ്ബുനല്ലാഹു വനിമൽ വക്കീൽ എന്ന് പറഞ്ഞ് അവനിൽ ഭരമേൽപ്പിച്ചാൽ അവൻ നമുക്ക് മതിയായവനാണ്. അവൻ ഒന്നിനാലും കുറയാത്ത അത്യധികം ശക്തനായ അൽ ഖവിയും ശക്തിക്ക് ഒരിക്കലും ബലഹീനത ബാധിക്കാത്ത അചഞ്ചലനായ അൽ മതീനുമാകുന്നു. അവൻ തന്റെ സദ്വൃത്തരായ ദാസന്മാരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഉറ്റമിത്രമായ അൽ വലിയ ആണ്. പ്രപഞ്ചത്തിലെ എല്ലാ സ്തുതികൾക്കും നന്ദിക്കും അർഹനായ അൽ ഹമീദ് അവനാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. മനുഷ്യർ പലതും മറന്നുപോയേക്കാം, എന്നാൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും കൃത്യമായി തിട്ടപ്പെടുത്തിവെക്കുന്ന അൽ മുഹ്സ്വി അവനാണ്. ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പിന് ആദ്യമായി തുടക്കം കുറിച്ച അൽ മുബ്ദിഅ് അവനാണ്. വിധിദിനത്തിൽ എല്ലാ സൃഷ്ടികളെയും വീണ്ടും പുനഃസൃഷ്ടിക്കാൻ കഴിവുള്ള അൽ മുഈദും എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ നൽകുന്ന അൽ മുഹീയും അവനാണ്. ഓരോ മനുഷ്യന്റെയും ആയുസ് നിശ്ചയിച്ച് തക്ക സമയത്ത് ജീവിതം അവസാനിപ്പിച്ച് മരണമുണ്ടാക്കുന്ന അൽ മുമീദ് അവനാണ്. മനുഷ്യർ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു, എന്നാൽ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്ത അൽ ഹൈ ആണ്. അവൻ പ്രപഞ്ചത്തിന്റെ ക്രമത്തെയും സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങളെയും നിരന്തരം നിലനിർത്തുന്ന, ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത അൽ ഖയ്യുമാണ്. താൻ ഉദ്ദേശിക്കുന്നത് ഉടനടി കണ്ടെത്തുന്ന, യാതൊരു കുറവുകളുമില്ലാത്ത സ്വയംപര്യാപ്തനായ അൽ വാജിദ് അവനാണ്. അവൻ മഹത്വം അത്യധികം ഉന്നതമായ അൽ മാജിദാണ്. അവൻ കൂട്ടുകാരനോ തുല്യനോ ഇല്ലാത്ത ഏകനായ അൽ വാഹിദും ഒട്ടും വിഭജിക്കാൻ കഴിയാത്ത പരമമായ ഏകനായ അൽ അഹദും അവനാണ്. നമുക്ക് ജീവിക്കാൻ വെള്ളവും വായുവും എല്ലാം വേണം, എന്നാൽ ഒന്നിന്റെയും ആവശ്യമില്ലാത്ത എല്ലാവരും ആശ്രയിക്കുന്ന അസ് സ്വമദ് അവനാണ്. അവന്റെ ശക്തിക്ക് മുന്നിൽ അസാധ്യമായി ഒന്നുമില്ലാത്ത അൽ ഖാദിർ അവനാണ്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അവന് നമ്മെ വീണ്ടും സൃഷ്ടിക്കുക എന്നത് വളരെ എളുപ്പമാണ്. അവൻ താൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായി നടപ്പിലാക്കുന്ന സർവശക്തനായ അൽ മുഖ്തദിറാണ്. അവൻ തന്റെ ദിവ്യമായ യുക്തിയനുസരിച്ച് ചിലർക്ക് മുൻഗണന നൽകി മുന്നോട്ടു കൊണ്ടുവരുന്ന അൽ മുഖദ്ദിമും ചില കാര്യങ്ങളെയും ശിക്ഷകളെയും നിശ്ചിത അവധിവരെ വൈകിപ്പിക്കുന്ന അൽ മുഅഖിറുമാകുന്നു. ഈ പ്രപഞ്ചമുണ്ടാകുന്നതിനു മുൻപേ നിലനിന്നിരുന്ന തുടക്കമില്ലാത്ത ആദ്യനായ അൽ അവ്വൽ അവനാണ്. എല്ലാം നശിച്ചുപോയാലും അവസാനം അവശേഷിക്കുന്ന അൽ ആഖിർ അവനാണ്. പ്രകൃതിയുടെ അടയാളങ്ങളിലൂടെയും ക്രമത്തിലൂടെയും തന്റെ അസ്തിത്വം വ്യക്തമായി പ്രകടിപ്പിക്കുന്ന അസ്സുലാഹിർ അവനാണ്. എന്നാൽ മനുഷ്യന്റെ ബാഹ്യനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധം മറഞ്ഞിരിക്കുന്ന ഹൃദയരഹസ്യങ്ങൾ അറിയുന്ന അൽ ബാത്തിൻ അവനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുകയും കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അൽവാലി അവനാണ്. എല്ലാ പോരായ്മകൾക്കും എത്രയോ മുകളിലുള്ള പരമോന്നതനായ അൽ മുതആലി അവനാണ്. തന്റെ ദാസന്മാരോട് വലിയ നന്മയും ദയയും കാണിക്കുന്ന അൽബർ അവനാണ്. മനുഷ്യർക്ക് തെറ്റുകൾ പറ്റിയാലും ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ ആ പശ്ചാത്താപം വീണ്ടും വീണ്ടും സ്വീകരിക്കുന്ന അത്തവ്വാബ് അവനാണ്. ഈ ലോകത്ത് വലിയ അക്രമങ്ങൾ പ്രവർത്തിക്കുന്ന കുറ്റവാളികളിൽ നിന്ന് പരലോകത്ത് കൃത്യമായി നീതി നടപ്പിലാക്കി ശിക്ഷിക്കുന്ന അൽ മുൻതഖിം അവനാണ്. നമ്മളുടെ പാപങ്ങളെ വെറുതെ പൊറുക്കുക മാത്രമല്ല, അവയെ നമ്മുടെ രേഖകളിൽ നിന്ന് പൂർണ്ണമായി മായ്ച്ചുകളയുന്ന അൽ അഫുവു അവനാണ്. അതുകൊണ്ടാണ് റമളാനിലെ രാത്രികളിൽ, ഓ അല്ലാഹുവേ, നീ ഏറെ മാപ്പു നൽകുന്നവനാണ്, മാപ്പു നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നു, അതിനാൽ എനിക്ക് നീ മാപ്പു നൽകേണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവൻ തന്റെ ദാസന്മാരോട് അപാരമായ അനുകമ്പയുള്ള അർ റഊഫാണ്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ യഥാർത്ഥ അധികാരവുമുള്ള ശാശ്വത രാജാവാണ് മാലിക്കുൽ മുൽക്ക്. ഒരേ സമയം പരമാധികാരവും
അതോടൊപ്പം തന്റെ ദാസന്മാരോട് വലിയ ഉദാരതയും കാണിക്കുന്ന ദൂൽ ജലാലി വൽ ഇഖ്റാം അവനാണ്. അവൻ പ്രപഞ്ചത്തെ നിഷ്പക്ഷമായി ഭരിക്കുന്ന പരിപൂർണ നീതിമാനായ അൽ മുഖ്സിതാണ്. മരണശേഷം യാതൊരു സംശയവുമില്ലാത്ത ഒരു ദിവസത്തിൽ എല്ലാ മനുഷ്യരെയും വിചാരണക്കായി ഒരുമിച്ചുകൂട്ടുന്ന അൽ ജാമിഅ് അവനാണ്. അവൻ ഒന്നിന്റെയും ആവശ്യമില്ലാത്ത സമ്പൂർണ്ണ ധനികനായ അൽ ഗനിയും തന്റെ ദാസന്മാർക്ക് ആവശ്യമായ ഐശ്വര്യവും വിഭവങ്ങളും നൽകി അവരെ ധന്യരാക്കുന്ന അൽ മുഗ്നിയും അവനാണ്. അവൻ തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചില ദോഷങ്ങൾ വരുന്നത് തടയുന്ന അൽമാനി ആണ്. അവൻ നൽകിയതിനെ തടയാനോ അവൻ തടഞ്ഞതിനെ നൽകാനോ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയില്ല. പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അവന്റെ അനുവാദത്തോടെ മാത്രം സംഭവിക്കുന്ന അതുദ്വാറാണ്. എന്നാൽ മനുഷ്യർക്ക് എല്ലാ നന്മകളും ഉപകാരങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്ന നാഫിഅ് അവനാണ്. അവൻ ഭൗതികമായും ആത്മീയമായും ഹൃദയങ്ങളെ സത്യത്തിലേക്ക് നയിക്കുന്ന വഴികാണിക്കുന്ന പ്രകാശമായ അന്നൂറാണ്. സന്മാർഗം ആഗ്രഹിക്കുന്ന തന്റെ ദാസന്മാരെ നേരായ പാതയിലേക്ക് നയിക്കുന്ന അൽ ഹാദി അവനാണ്. അതുകൊണ്ടാണ് നമ്മൾ ദിവസവും സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഞങ്ങളെ നീ നേർവഴിയിൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. യാതൊരു മുൻമാതൃകയുമില്ലാതെ പ്രപഞ്ചത്തെ അപൂർവമായ രീതിയിൽ പുതുതായി സൃഷ്ടിച്ച അൽ ബദിഅ് അവനാണ്. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും ഒരു ദിവസം നശിച്ചുപോകും, എന്നാൽ ഒരിക്കലും അവസാനമില്ലാത്ത വിധം എന്നെന്നും അവശേഷിക്കുന്ന അൽ ബാക്കി അവനാണ്. മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സമ്പത്തും സ്വത്തും ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നു. അവസാനം എല്ലാറ്റിന്റെയും യഥാർത്ഥ അനന്തരാവകാശിയായി മാറുന്ന അൽ വാരിദ് അവനാണ്. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെയും പരിപൂർണ യുക്തിയോടെ നിയന്ത്രിച്ച് സന്മാർഗത്തിലേക്ക് വഴിനടത്തുന്ന അർ-റഷീദ് അവനാണ്. തന്റെ ദാസന്മാർ എത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും അവരോട് തിടുക്കം കൂട്ടാതെ വലിയ ക്ഷമയോടും കാരുണ്യത്തോടും കൂടി പെരുമാറുന്ന അസ്സബൂർ അവനാണ്. അതേ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഈ 99 പവിത്ര നാമങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നാഥൻ എത്രത്തോളം വലിയവനും കാരുണ്യവാനുമാണെന്നാണ്. ഈ നാമങ്ങൾ വെറുമൊരു വാക്കുകളല്ല, നമ്മുടെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വലിയ രഹസ്യങ്ങളാണ്. ഈ നാമങ്ങൾ ഹൃദിസ്ഥമാക്കാനും ഇതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ആത്മീയ യാത്ര നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള മനോഹരമായ ആത്മീയ ചരിത്രങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.